സെല്ലാർ എഫ്എക്സ് ഇല്ലീഗലാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂ ഫോക്കസ് TV എന്ന് പറയുന്ന അനസ് എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന ചാനലിനെ കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട് 100ഓളം പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഓരോ വീഡിയോയുടെ താഴെ വന്നിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലുമായിട്ട് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട്. ഞാനത് ചെയ്യാണ്ട് വെച്ചതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം കൊണ്ടുവന്നിരുത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ അദ്ദേഹം ചാനലിൽ പരിചയപ്പെടുത്തുന്ന സംഭവങ്ങൾ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. പുള്ളിക്ക് തന്നെ അതിനകത്ത് വിശ്വാസമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് കയറിയിട്ട് അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇപ്പൊ ലേറ്റസ്റ്റ് പരിചയപ്പെടുത്തിയിട്ടുള്ള സെല്ലാർ എഫ്എക്സ് എന്ന് പറഞ്ഞ സംഭവം, അതിന് മുൻപായിട്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ട് വാ. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഒരു ഡിസ്ക്ലൈമർ വെക്കാറുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡിസ്ക്ലൈമർ ഇതാണ്: ഈ ചാനലിൽ വരുന്ന ബിസിനസ് സംബന്ധമായതും ട്രേഡിംഗ് സംബന്ധമായതുമായ വീഡിയോകൾ എല്ലാം ഞാൻ ഇതിൻ്റെ എല്ലാം അധികാരികളിൽ നിന്നും പ്രതിനിധികളിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അവ 100% ശരിയായിക്കൊള്ളണമെന്നില്ല. കണ്ടല്ലോ, വളരെ മാന്യനായിട്ടുള്ള, ഒരു തെറ്റുപോലും ചെയ്യാത്ത, ഒരു തട്ടിപ്പോലും കാണിക്കാത്ത ഈ അനസ് എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യമായിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക്. ഇനി ഇതിനപ്പുറം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം തന്നെ അത് വന്ന് പറയുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് ഉത്തരവാദിയല്ല. ആ ചാനലിനകത്ത് പുള്ളി ആരെങ്കിലുമൊക്കെ വിളിച്ചു കൊണ്ടുവന്നിരുത്തിയിട്ട് പലതും പറയും. നിങ്ങൾ അത് കേട്ടിട്ട് അതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞാൽ പുള്ളി തന്നെ ഉത്തരവാദിയല്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നത്? ഈ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് അതിൽ പറയുന്ന പോലെ നിങ്ങൾ എന്തിനാണ് പിന്നെ ചെയ്യുന്നത്? അത് നിങ്ങളുടെ കുറ്റമല്ലേ? ഇനി നിങ്ങളെ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ, ഈ സെല്ലാർ എഫ്എക്സ് എന്ന് പറയുന്ന കമ്പനിക്കകത്ത് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ പൈസ പോകും. അത് എന്നെങ്കിലും ഒരു നാളിൽ പോകും. ഇപ്പൊ കിട്ടുന്നതെന്ന് പറയുന്നത് പല കമ്പനികൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇതുപോലെ 10,000 ഇപ്പോഴും നടക്കുന്നുണ്ട്. 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി 500, 300 എന്നൊക്കെ പറഞ്ഞു വരുന്ന സംഭവങ്ങൾ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, തിരുവല്ല ഏരിയകളിലൊക്കെ ഇപ്പൊ തൊട്ട് മുമ്പ് 2-3 ആഴ്ച മുമ്പ് വരെ ഇതിനകത്ത് പെട്ടവരുണ്ട്. അതായത് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 100 രൂപ 200 രൂപ വെച്ച് അക്കൗണ്ടിൽ കയറിയവരുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് 1 കോടി ഇട്ടുകൊണ്ട് ഡെയിലി 50,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി നിന്നവന്റെ പൈസയും കൊണ്ട് അവർ പൂട്ടിപ്പോയി. അപ്പൊ ഈ 10,000 രൂപ ഇട്ടവന്റെ പൈസയും പിന്നെ കിട്ടിയില്ല, ആ 1 കോടി ഇട്ടവന്റെ പൈസയും കിട്ടിയില്ല. ഇനി ഇവർ അടുത്ത പേരിൽ സ്റ്റാർട്ട് ചെയ്യും. അത് തന്നെയാണ് ഈ സെല്ലാർ എഫ്എക്സ് എന്ന് പറയുന്നത്. ഒരു ബൾക്കായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവരുടെ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു അഡ്രസ്സും പിന്നെ ഉണ്ടാവില്ല. ആ ദിവസമാണ് നിങ്ങളൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോട്ടെ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ആ പൈസയും കൊണ്ട് അവരങ്ങ് മുങ്ങും. ഇതാണ് ഇതിൽ കിട്ടുന്നവര്. ഈ 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 2,000, 3,000 ഒക്കെ അതിനകത്ത് റിട്ടേൺ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഇവരെ ഒരു ഏജന്റായിട്ട് നിർത്തിയിട്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഇവർക്ക് 1000 ഇടുമ്പത്തിന് 2,000 കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ 1,00,000 ഇട്ടവന്റെ ആ 1,00,000 പോകും, തീർച്ചയായിട്ടും പോകും. കാരണം സെല്ലാർ എഫ്എക്സിന്റെ പുറകെ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് USA ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്രസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു കമ്പനിയെ കുറിച്ച് അന്വേഷിക്കുമ്പോഴത്തേനും അതിൽ ബിൽഡിംഗ് നമ്പർ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ ഇവിടെ എഴുതി വെച്ച അഡ്രസ് എന്ന് പറയുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 18 ബ്രോഡ്വേ, അൽബാനി, ന്യൂയോർക്ക് 12207 USA എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. ഇവിടെയൊക്കെ അഡ്രസ് എന്ന് പറഞ്ഞാൽ 18 ബ്രോഡ്വേ, 418 ബ്രോഡ്വേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളുടെ പേരാണ്. അല്ലാതെ 18 എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് നമ്പർ അല്ല, അതൊരു സ്ഥലത്തിന്റെ പേര് മാത്രമേ അതിനകത്തുള്ളൂ. പിന്നെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറോ കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല. ഇമെയിൽ ID ഉണ്ട്, പക്ഷെ അത് ആർക്ക് വേണമെങ്കിൽ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജെന്യൂൻ ആയിട്ടുള്ള ഒരാൾ അതിന്റെ പുറകെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പൂട്ടിപ്പോവും. ഇതിന്റെ പുറകെ ഒന്നും പോയിട്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഇതൊക്കെ ഇല്ലീഗലാണ്. സെല്ലാർ എഫ്എക്സ് ഇല്ലീഗലാണ്. സെല്ലാർ എഫ്എക്സിൽ നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പൊ കിട്ടുന്നവരെ എന്ന് പറയുന്നത് അവരെ കൊണ്ട് മാർക്കറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ തിരിച്ചു കൊടുക്കുന്നതാണ്. ഇതിനകത്ത് ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു 10 കോടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 കോടിയും കൊണ്ട് ഇവന്മാർ മുങ്ങും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ആർക്കും തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ലാതായി പോവാന്ന് പറയുന്നത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ അനസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയല്ലേ പറയുന്നത്, അതിനകത്ത് കൊണ്ടുവന്നിരുത്തുന്ന ആ പിച്ചക്കാരനായാലും ശരി, അതുപോലെ തന്നെ ഈ +2 കാരിയായാലും ശരി, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന വ്യക്തികളായാലും ശരി, അവരൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളെ പൈസ പോകുമെന്ന് പുള്ളി തന്നെ പറയുന്നില്ലേ? ആരാണ്ടൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് 1000 രൂപ ഇട്ടാൽ 10,000 രൂപ ഉണ്ടാക്കാന്ന് പറയുന്നു. അത് നിങ്ങൾ കേട്ടിട്ട് അതുപോലെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പൈസ പോകുമെന്ന് പുള്ളി തന്നെ പറയുന്നു. ഇനി ഈ പറഞ്ഞ കാര്യത്തിനകത്ത് 1 രൂപ പോലും പ്രൊമോഷന് വേണ്ടി പുള്ളി മേടിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കാണാനായിട്ട് ആളുകളുണ്ട് കേരളത്തിൽ എന്നുള്ളത് പുള്ളിക്ക് അറിയാം. പുള്ളി ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പൈസ ഇട്ട് കൊടുക്കുന്നവരുണ്ടെന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൽ കമ്മീഷൻ ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്കറിയോ? ഇതിൽ പുള്ളി പൈസ മേടിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? ഈ +2 കാരെ കൊണ്ടുവന്നിരുത്തുന്ന സമയത്ത് ഇതിന്റെ പ്രൊമോട്ടർ കൊണ്ടുപോയിട്ട് പുള്ളിക്ക് ഒരു 10,000 രൂപ കൊടുക്കുന്നുണ്ടോ എന്ന് ആർക്കെങ്കിലും അറിയോ? അറിയില്ല. അതൊക്കെ വ്യക്തിഗതമായിട്ട് ഈ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ, തെളിവൊന്നും ഇല്ല പൈസ മേടിക്കുന്നില്ല എന്നുള്ളത്.
അതിലിരിക്കുന്ന, എനിക്ക് തോന്നുന്നത് അതിലിരിക്കുന്ന പലരുടെയും കയ്യിൽ നിന്നും പൈസ മേടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നുള്ളതാണ്. കാരണം അതിൽ വന്നിരിക്കുന്നവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. ആ വീഡിയോ കാണുമ്പോഴേ ഈ പറയുന്ന പ്രൊമോട്ടർമാരുടെ അണ്ടറിലാണ് ആ വീഡിയോ കണ്ട് കുടുങ്ങാൻ പോകുന്ന, അറക്കാൻ കൊണ്ടുപോകുന്ന കോഴികൾ കുടുങ്ങുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയുടെ ഒരു വിഹിതം ഈ പ്രൊമോട്ടേഴ്സിന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞൊരു വലിയ തട്ടിപ്പ് ശൃംഖലയാണ്. ഈ ചാനൽ പൊളിച്ചെടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് 100 എപ്പിസോഡ് ചെയ്താലും തീരാത്ത കാര്യങ്ങളാണ്. തട്ടിപ്പുകളാണ്, മൊത്തം തട്ടിപ്പുകളാണ്. ഞാൻ പറയും, ന്യൂ ഫോക്കസ് ടിവിയിൽ വരുന്ന ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പൈസ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കംപ്ലൈന്റ് ചെയ്താൽ നിങ്ങൾക്കൊരു തുമ്പും കിട്ടില്ല, നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുകയില്ല. കാരണം സെല്ലാർ എഫക്ട്സ് എന്ന് പറയുന്ന രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ ഈ പൈസ ഇടപാട് നടത്തിയിട്ട് പോകുന്നത് ക്രിപ്റ്റോ ആയിട്ടാണ്. കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല ആർക്കും ഇത് ഈ പൈസ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത്. ഇതുപോലെ പലതും വന്നതാണ്. പല കേസുകളും 3-4 വർഷം മുമ്പ് വന്ന കേസുകളുണ്ട്. മനസ്സിലായോ? ഈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറൻസികളുണ്ടല്ലോ, ഓൺലൈൻ കറൻസികൾ പോലുള്ള കറൻസികൾ, ഇതിൽ നമ്മളെ വീഴ്ത്താൻ പോകുന്ന ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ പറയും. ഇതിനകത്തൊക്കെ നമ്മളെ വീഴ്ത്താൻ പോകുന്നവർ പറയും ഇതൊക്കെ 5-6 വർഷം കഴിഞ്ഞാൽ, എഥോറിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോയിനൊക്കെയാണ്, അതൊക്കെ 5-6 വർഷം കഴിഞ്ഞാൽ 100 ഇരട്ടി കൂടുതൽ അതിനകത്ത് ഏണിങ്സ് കിട്ടുന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കും. ഇവരൊരു ഹ്യൂജ് എമൗണ്ട് ആകുമ്പോഴത്തേനും ഇവരങ്ങ് മുങ്ങും. മനസ്സിലായോ? അതുപോലെയാണ് സെല്ലാർ എഫക്ട്സ്. അതുപോലുള്ള സംഭവങ്ങളെയാണ് ഈ ന്യൂ ഫോക്കസ് ടിവി പരിചയപ്പെടുത്തുന്നത്. അതിൽ വരുന്ന പ്രൊമോട്ടേഴ്സിന് പൈസ കിട്ടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കണ്ടിട്ട് നിങ്ങൾ പൈസ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നാളെ പോകും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ ഫോക്കസ് ടിവിയെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആ ചാനലിൽ വരുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചില്ലേ ഫസ്റ്റ് തന്നെ, അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് വരുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ അത് കാണുന്നത്? അത്രേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.